അല്ല ഒരു മിനിറ്റ് അല്ല ഈ ദൃശ്യം 3 എന്തുകൊണ്ടാണ് ഇത്രയും ഹിറ്റ് ആവാനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ഇതെന്താണ്? 1, 2 അത്ര നന്നായില്ല എന്ന് 3 എന്ന് പറയുന്നത്? ശരി ശരി ശരി. പടം എങ്ങനെയുണ്ട്? മോഹൻലാലിൻ്റെ ദൃശ്യം 3 എങ്ങനെയുണ്ട്? എല്ലാവരും മോശം റിവ്യൂ പറയുന്നുണ്ടല്ലോ. ഫസ്റ്റും സെക്കൻഡ് തന്നെ അത്ര നന്നായില്ലാന്ന്. ആ ഇനി 4th വന്നാൽ ഇതേപോലെ വിജയം വരുമോ? വിജയിക്കണല്ലോ, മോഹൻലാലിനെ വിജയിപ്പിക്കാതിരുന്ന പടം പോയില്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ മോഹൻലാലിൻ്റെ ഫാൻസ് ഉണ്ടല്ലേ? ദൃശ്യം 3 എല്ലാവരും പറഞ്ഞ ഒരു സീരിയൽ സിനിമ പോലെ പറയണതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല അല്ലേ? ഓക്കെ 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 താങ്ക് യു. 4 ഭാഗത്തുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ 1, 2 വളരെ മോശം റിപ്പോർട്ടാണ് റിവ്യൂ വന്നിരിക്കുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? നെഗറ്റീവ് പറയുന്ന ആളുകൾ പറയുന്നത് ഞാൻ കണ്ടതാണ്, എനിക്ക് അത്ര അഭിപ്രായം തോന്നിയില്ല. ഒരു സീരിയൽ പോലെ തോന്നിയത്. വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഇനി 4 ഭാഗത്ത് സാധ്യത കാണുന്നുണ്ട്. ഇനി 4ാം ഭാഗം കാത്തിരിക്കണ്ട. ഇനി ഉണ്ടാവാതിരുന്നു അതുപോലെയാണ് അവസാനിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ. നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് വളരെ മോശം അഭിപ്രായം ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണ്. സന്തോഷമായിട്ട് കണ്ടു. 1, 2 നന്നായില്ല. 3 നന്നായി. 2 കണ്ടിട്ടില്ല, 1 കണ്ടിട്ടുള്ളൂ. 4 വരുന്ന പ്രതീക്ഷയിലാണ്. അത്രയും പ്രതീക്ഷയുണ്ടോ? മോഹൻലാലിനെ ഇഷ്ടപ്പെടാനും പറയാനാണോ? മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടല്ല, പടം കണ്ടിരിക്കാനുണ്ട്. വളരെ നെഗറ്റീവ് റിപ്പോർട്ടാണ് വരുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ്. പലർക്കും പല അഭിപ്രായമല്ലേ. പോസിറ്റീവായ അഭിപ്രായമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ റിവ്യൂവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു പടത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അത് സ്ത്രീകളുടെ കയ്യിലും യൂത്ത് വിങ്ങിൻ്റെ കയ്യിലുമാണ്. പക്ഷേ ഈ 2 വിഭാഗങ്ങളും ഈ കുടുംബങ്ങളും ഈ ദൃശ്യം 3 ഏറ്റെടുത്തതാണ് ഈ പടത്തിന് ഉണ്ടാവാനുള്ള ഹൈപ്പ്. കുടുംബങ്ങൾ സിനിമയ്ക്ക് വന്നു തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരുൺ മൂർത്തിയുടെ തുടരും എന്ന പടത്തിൻ്റെ ആഫർ എഫക്റ്റ് ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ. അതേപോലെ തന്നെ ലാലേട്ടൻ്റെ ദൃശ്യം 1ഉം 2ഉം സ്ത്രീകൾ ഏറ്റെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ആഫർ എഫക്റ്റും കൂടി നിലനിൽക്കുന്നതുകൊണ്ട് തിയേറ്റർ മുഴുവൻ സ്ത്രീകളും അതുപോലെ തന്നെ കോളേജ് കുമാരിമാരും കുട്ടികളും കുടുംബടക്കം സിനിമയ്ക്ക് വരുന്നു. അതാണ് ഈ പടത്തിൻ്റെ വിജയം. അല്ലാണ്ട് ഈ സിനിമയിൽ വിജയിക്കാൻ പറ്റിയ ഫോർമുല ഒന്നുമില്ല. ഇതൊരു ദൃശ്യം ബ്രാൻഡ്. ആ ദൃശ്യം ബ്രാൻഡാണ്. ഇനിയിപ്പോൾ 4 എടുത്താലും 5 എടുത്താലും ഇതിൻ്റെ ആഫർ എഫക്റ്റ് ജനങ്ങൾ അത് ഇത്രയും മോശമായി എടുത്തിട്ട് വരെ ജനങ്ങളത് ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇത്തിരി നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ദൃശ്യത്തിൻ്റെ ലെവൽ തന്നെ വേറെ മാറിപ്പോവില്ലേ? നമ്മൾ കുറച്ച് ആൾക്കാർക്ക് കുറേ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. വളരെ മോശം റിവ്യൂണ് വന്നിരിക്കുന്നത്. പക്ഷേ സ്ത്രീകൾക്ക് ഈ പടത്തിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അവർക്ക് ഈ പടം എൻജോയ് ചെയ്തു. അവർ ലാലേട്ടനെ ഒരുപാട് പുകഴ്ത്തുന്നു. ലാലേട്ടനെ അത്രയധികം ഇഷ്ടമാണ് അവർക്ക്. ലാലേട്ടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തേനും പാലും പോലെയാണ്. അതുപോലെ തന്നെ അത്ര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഈ പടത്തിൻ്റെ വിജയത്തിൻ്റെ ഘടകങ്ങളാണ്. കാരണം മോഹൻലാൽ ഇത്രയും നാൾ ദൃശ്യം 1ലും 2ലും ഉണ്ടാക്കിയെടുത്ത ആ ഹൈപ്പ് ഈ ദൃശ്യം 3ക്ക് കിട്ടി. അപ്പോൾ അത് ഈ പടത്തിൻ്റെ വലിയൊരു വിജയമാണ്. പക്ഷേ തൃശ്ശൂർ രാമദാസ് തിയേറ്ററിൽ നമുക്ക് 105 രൂപയ്ക്ക് ഈ സിനിമ കാണാം. പല സ്ഥലത്തും 150 രൂപയാണ് സിനിമ കാണാനായിട്ട്. ഇവിടെ ഈ തിയേറ്ററിൽ വന്ന രാഗം തിയേറ്ററിൽ സിനിമ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 105 രൂപ, രാഗം തിയേറ്ററിൽ 150 രൂപ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് സിനിമ കണ്ടാൽ ഒരു ചായ കുടിക്കാനുള്ള കാശ് മെച്ചം.